പുതിയ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർണായകമായ പല നീക്കങ്ങളും ബി.ജെ.പി. നടത്തുകയാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ സമവായത്തിനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. പ്രതിപക്ഷ കക്ഷികളുമായി ഭരണകക്ഷി അംഗങ്ങൾ ചർച്ച നടത്തിയേക്കും. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ തേടുന്നതായും സൂചനകളുണ്ട്. കൂടാതെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഡി.എം.കെക്ക് നൽകിയേക്കുമെന്നുള്ള നിർണായകമായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കോൺഗ്രസിന് പദവി നൽകാതെ ഡി.എം.കെക്ക് നൽകുക വഴി പ്രതിപക്ഷ നീക്കങ്ങൾക്ക് വിള്ളലുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കക്ഷി നിലയിൽ പ്രതിപക്ഷ നിരയിൽ 101 അംഗങ്ങളുമായി കോൺഗ്രസ് ആണ് ഒന്നാമതുള്ളത്. പ്രതിപക്ഷ കക്ഷികളിൽ എസ്.പിക്കും തൃണമൂൽ കോൺഗ്രസിന് പിന്നിലാണ് ഡി.എം.കെയുടെ കക്ഷിനില. ഡി.എം.കെക്ക് 22 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നാണ് വാഗ്ദാനം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്ന് അറിയിച്ച ബി.ജെ.പി. സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ഡി.എം.കെയുടെ പിന്തുണ തേടി. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രോടൈം സ്പീക്കറുടെ പാനലിൽ നിന്ന് രാവിലെ ഇന്ത്യ സഖ്യ നേതാക്കൾ പിന്മാറിയിരുന്നു. പ്രോടൈം സ്പീക്കറുടെ പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ്, ടി.ആർ. ബാലു തുടങ്ങിയ ഇന്ത്യ സഖ്യ നേതാക്കളുടെ പേരാണ് ഉൾപ്പെടുത്തിയിരുന്നത്. സഭ തുടങ്ങുന്നതിന് മുൻപ് പിന്മാറുന്നു ചൂണ്ടിക്കാട്ടി കത്ത് നൽകി. പാനലിൽ നിന്ന് പിന്മാറേണ്ട എന്നായിരുന്നു തുടക്കത്തിൽ ഡി.എം.കെ എടുത്ത നിലപാട്. സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഉടൻ നിശ്ചയിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ ഡി.എം.കെയെ സർക്കാർ സമീപിച്ചുവെന്നാണ് സൂചന. കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള ഈ നീക്കത്തെ ഡി.എം.കെ അനുകൂലിച്ചില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഡെപ്യൂട്ടി സ്പീക്കറായി അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദം ഇക്കുറി തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അതേസമയം പ്രതിപക്ഷ നിരയുള്ളത്. ദുർബലമായ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവഗണിച്ച രണ്ടാം മോദി സർക്കാർ കഴിഞ്ഞ 5 വർഷം ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിച്ചിരുന്നില്ല. ഇക്കുറി 237 സീറ്റ് നേടി കരുത്ത് വർദ്ധിപ്പിച്ച പ്രതിപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്കായി ആവശ്യം ഉന്നയിക്കും. പ്രതിപക്ഷ അംഗത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദം നൽകുന്നതാണ് കീഴ്വഴക്കമെന്നും അത് പാലിക്കാൻ ഭരണപക്ഷം തയ്യാറായില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. എൻ.ഡി.എക്ക് കേവല ഭൂരിപക്ഷമുള്ളതിനാൽ ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ല. സ്പീക്കർ പദത്തിനായി മുൻപ് ശ്രമം നടത്തിയ ടി.ഡി.പി. ആ നീക്കം ഉപേക്ഷിച്ചതായാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. രാജസ്ഥാനിൽ നിന്നുള്ള ബി.ജെ.പി. എം.പിയും നിലവിലെ സ്പീക്കറുമായ ഓം ബിർള തന്നെ തുടർന്നേക്കും. അതേസമയം സ്പീക്കർ സ്ഥാനം ബി.ജെ.പിക്കാണെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സഖ്യകക്ഷികൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ രാധാമോഹൻ സിംഗ്, ബി.ജെ.ഡി. വിട്ട് ബി.ജെ.പിയിലെത്തിയ ഭർത്തൃഹരി മേഹ്താബ് എന്നിവരുടെ പേരും സ്പീക്കർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു. പ്രധാന സ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായ പേരുകൾ ഉയർത്തുന്ന ബി.ജെ.പിയുടെ രീതി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളെ ചൊല്ലി എൻ.ഡി.എയിൽ തർക്കങ്ങൾ ഒന്നുമില്ല എന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. സ്പീക്കർ സ്ഥാനമോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ടി.ഡി.പി. നേതാക്കളും പറയുന്നുണ്ട്. ബി.ജെ.പി. സ്ഥാനാർത്ഥി ആരാണെങ്കിലും ടി.ഡി.പി. പിന്തുണ നൽകും. ഭരണമുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിക്കാണ് സ്പീക്കർ പദവി ലഭിക്കുക എന്നും കോൺഗ്രസ് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം പയറ്റുകയാണെന്നുമാണ് ജെ.ഡി.യു. ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. ത്യാഗി ആരോപിച്ചത്. ജെ.ഡി.യുവും പദവികളിൽ ഇതുവരെ അവകാശവാദങ്ങൾ ഒന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. നിലവിൽ ജെ.ഡി.യു. സ്പീക്കർ സ്ഥാനത്തേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ലോക്സഭയിൽ 4 അംഗങ്ങളുള്ള ടി.ഡി.പിയുടെ പ്രധാന ശത്രുവായ വൈ.എസ്.ആർ. കോൺഗ്രസും ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. ലോക്സഭയിൽ 4ഉം രാജ്യസഭയിൽ 11 എംപിമാരുള്ള വൈ.എസ്.ആർ. കോൺഗ്രസുമായി ഇപ്പോഴും ഒരു ഹോട്ട് ലൈൻ ബി.ജെ.പി. നിലനിർത്തിയിരിക്കുന്നത് ടി.ഡി.പിയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഉറപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. സ്പീക്കർ സ്ഥാനത്ത് ബി.ജെ.പി. പ്രതിനിധി വന്നാൽ ടി.ഡി.പിയും ജെ.ഡി.യുവിനെ പിളർത്തുമെന്നാണ് ഇന്ത്യ സഖ്യം നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇതിനേക്കാൾ പ്രതിപക്ഷ സഖ്യം ഭയക്കുന്നത് സ്പീക്കർ സ്ഥാനത്ത് ബി.ജെ.പി. നേതാവ് വന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ ബി.ജെ.പി. ലക്ഷ്യമിടും എന്നതാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളിലെ എംപിമാരെ വലവീശി പിടിക്കാൻ ബി.ജെ.പി. എല്ലാ ശ്രമവും നടത്തുമെന്നത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ടി.ഡി.പി. ജെ.ഡി.യു. പാർട്ടികളെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നില്ല എങ്കിലും ഈ പാർട്ടികൾ മുന്നണി വിടാൻ തീരുമാനിച്ചാൽ പിളർത്താനുള്ള സാധ്യത ഏറെയാണ്. യഥാർത്ഥത്തിൽ ടി.ഡി.പിയും ജെ.ഡി.യുവും മുന്നണി വിട്ടാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഭീഷണിയില്ല. അതിനുള്ള മുൻകരുതൽ ഇതിനകം തന്നെ എൻ.ഡി.എ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടതില്ല എന്ന നിലപാടാണ് മുതിർന്ന ബി.ജെ.പി. നേതാക്കളടക്കം കൈക്കൊണ്ടിട്ടുള്ളത്. അതേസമയം മാവേലിക്കര മണ്ഡലത്തിലെ നിയുക്ത എംപിയും കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുത്തേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിനെ മറികടന്ന് 7 തവണ മാത്രം എംപിയായ മെഹ്താബിനെയാണ് പ്രോടൈം സ്പീക്കർ ആക്കിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പും പ്രതിഷേധവും നിലനിൽക്കെയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. 2 ദിവസം നീളുന്ന സത്യപ്രതിജ്ഞയ്ക്ക്
നീക്കത്തിലേക്ക് മെഹ്താബിനെ സഹായിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം 3 പ്രതിപക്ഷ എംപിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് മഹ്താബ്. പുതിയ ലോക്സഭാ സമ്മേളനത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് സുഗമമാക്കുകയും ചെയ്യുന്ന പ്രോട്ടീം സ്പീക്കറുടെ പങ്ക് വളരെ വലുതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 99 പ്രകാരം സഭയിലെ ഓരോ അംഗവും തങ്ങളുടെ ഇരിപ്പിടത്തിൽ കയറുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞ നടത്തേണ്ടതുണ്ട്. ഇത് സാധാരണയായി രാഷ്ട്രപതിയുടെയോ രാഷ്ട്രപതി നിയമിച്ച വ്യക്തിയുടെയോ മുൻപാകെയാണ് ചെയ്യുന്നത്. ഇതിന് നേതൃത്വം നൽകുക എന്നതാണ് പ്രോട്ടീം സ്പീക്കറുടെ ചുമതല. ഇന്ന് ആരംഭിച്ച ലോക്സഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാനും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മേൽനോട്ടം വഹിക്കാനുമൊക്കെയാവും അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല. 7 തവണ എംപിയായ അദ്ദേഹം പിന്നീട് ജൂൺ 26-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതുവരെ സഭയുടെ നടപടിക്രമങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രപതി നിയോഗിച്ച ചെയർപേഴ്സൺമാരുടെ പാനലിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ശേഷം മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരിക്കും നടക്കുക. അതേസമയം പ്രോട്ടീം സ്പീക്കർ നിയമനത്തിൽ 8 തവണ ലോക്സഭാ എംപിയായ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ദളിത് മുഖമായ കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചതിൽ കടുത്ത പ്രതിഷേധം അറിയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ പ്രോട്ടീം സ്പീക്കർ പാനലിൽ നിന്ന് പിന്മാറി. സഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ പ്രോട്ടീം സ്പീക്കറുടെ പാനലിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീതാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. 10 വർഷത്തിനിടെ ആദ്യമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നത് ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. 234 എംപിമാർ ഉള്ളതിനാൽ തന്നെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിത വീര്യത്തോടെയാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. ഭർതൃഹരിയെ പ്രോട്ടീം സ്പീക്കർ ആക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവായ ജയറാം രമേശും രംഗത്തെത്തിയിട്ടുണ്ട്. കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം വിമർശിച്ചു. 8 തവണ എംപിയായ കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോട്ടീം സ്പീക്കർ ആകേണ്ടിയിരുന്നത്. 8 തവണ എംപിയായ BJP എംപി വീരേന്ദ്രകുമാർ മന്ത്രിയായതിനാൽ കൊടിക്കുന്നിലായിരിക്കും ചുമതല കിട്ടേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം പകരം 7 തവണ എംപിയായ ഭർതൃഹരിയെ പ്രോട്ടീം സ്പീക്കർ ആക്കിയെന്നും വിമർശിച്ചു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർതൃഹരിയെ നിയമിക്കുന്നതെന്ന് മാണിക്യം ടാഗോർ എംപിയും കുറ്റപ്പെടുത്തി. കൊടിക്കുന്നിൽ സുരേഷ്, TR ബാലു തുടങ്ങിയവരെ പ്രോട്ടീം സ്പീക്കറെ സഹായിക്കുവാനുള്ള പാനലിൽ ഉൾപ്പെടുത്തിയതായി അറിയിച്ച കിരൺ റിജിജുവിനെ വിമർശിച്ചാണ് പ്രതികരണം. കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് എന്തിനെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ MP ആയെന്നത് കോൺഗ്രസിന് അഭിമാനമാണെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. പ്രോട്ടീം സ്പീക്കർ സ്ഥാനം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചത്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യ സഖ്യം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് കൂട്ടിച്ചേർത്തു. വലിയ ചർച്ചയായ നീറ്റ് അടക്കമുള്ള പരീക്ഷാ വിവാദങ്ങൾ തന്നെയായിരിക്കും ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. പരീക്ഷാ പേപ്പർ ചോർന്നതും ഇതിന് പിന്നാലെ ദേശീയ പരീക്ഷാ ഏജൻസി നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതും രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുകയാണെന്ന ആരോപണം ഇതിനോടകം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. കൂടാതെ NDAയിലും ഇന്ത്യ സഖ്യത്തിലും ഉൾപ്പെടാത്ത ഇതര കക്ഷികളായ BJD, YSRCP തുടങ്ങിയ പാർട്ടികളുടെ നിലപാട് ശ്രദ്ധേയമാകും. നീറ്റ് വിവാദത്തിൽ ഈ കക്ഷികളെ കൂടി ഒപ്പം കൂട്ടാൻ ഇന്ത്യ സഖ്യം പദ്ധതിയിടുന്നതായി വൃത്തങ്ങൾ പറയുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നം പ്രതിപക്ഷ വേദിയുടെ വിപുലീകരണം ഉറപ്പാക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. ഡെപ്യൂട്ടി സ്പീക്കർ പദവി DMKക്ക് നൽകിയേക്കുമെന്ന സൂചനകൾ വന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള ഈ നീക്കത്തെ DMK എത്ര കണ്ട് ചെറുക്കുമെന്നത് നിർണായകമാണ്.